ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ഒരു സർജറി ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചില പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് സർജറിക്ക് മുൻപും സർജറിക്ക് ശേഷവും ഉപയോഗിച്ച ഉപകരണങ്ങളുടെ എണ്ണം, അതിന് അസിസ്റ്റ് ചെയ്ത സിസ്റ്റർമാർ അത് സ്ഥിരീകരിക്കണമെന്ന് പ്രോട്ടോക്കോളുണ്ട്. രേഖകൾ പരിശോധിച്ചപ്പോൾ അതെല്ലാം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോൾ അത് തീർച്ചയായിട്ടും ഗൗരവമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. മെഡിക്കൽ ഉപകരണം അല്ലേ, അതിനി അത് പുറത്തെടുത്ത് നടത്തിയ പരിശോധനയിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അറിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഒരു സർവീസിലുള്ളവരുമുണ്ട്, ഇല്ലാത്തവരുണ്ട്. അതായത് ഇപ്പം നിലവിൽ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന അന്നത്തെ HODയുടെ നേതൃത്വത്തിലുള്ള യൂണിറ്റിലാണ്. അന്നത്തെ ഡോക്ടർ ലതികാംബിക മാഡത്തിന്റെ യൂണിറ്റിലാണ്. പക്ഷേ ആ യൂണിറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ നേതൃത്വത്തിലാണ് ഈ സർജറി നടന്നത്. അത് കേസ് കൊടുക്കാമല്ലോ. അതിനകത്ത് നമ്മുടെ കേസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടർ ഷാഹിദ ഇവിടെ ഇല്ല, ആലപ്പുഴയിലില്ല. 5 വർഷം മുമ്പ് നടന്ന സംഭവമല്ലേ, ട്രാൻസ്ഫർ ആയിപ്പോയി. സർവീസിൽ ഇന്നലെ പറയുന്നത് ഈ സംഭവം കഴിഞ്ഞ് 18-ാം തീയതി കണ്ടെത്തി, പക്ഷെ ഇത് പുറത്ത് പറയരുത്, നമുക്ക് ഇവിടെ തന്നെ അത് വായിക്കാനുള്ളൊരു കാര്യം 2 ഡോക്ടേഴ്സ് ഉള്ളിലേക്ക് വിളിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളിവിടുന്ന് എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്നും എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെയ്തു തരാമെന്നുമാണ് ഉറപ്പ് നൽകിയത്. അതനുസരിച്ചുള്ള പരിശോധനകളെല്ലാം ഇന്നലെ തന്നെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് അഡ്മിറ്റ് ചെയ്ത് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഇപ്പോൾ പറ്റുകയില്ല, ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ സ്വയമേ പോവുകയായിരുന്നു. സാധാരണ എങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ ഈ ഗവൺമെന്റ് സാഹചര്യത്തിൽ സ്റ്റാഫുകളുടെ അഭാവം കൊണ്ട് നമുക്ക് ഈ ഫ്ലോർ നഴ്സും സ്ക്രബ് നഴ്സും എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഇൻചാർജ് സിസ്റ്റർ, സെറ്റിംഗ് സിസ്റ്റർ, സ്ക്രബ് നഴ്സ് ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ പോയിരിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് എല്ലാ ജോലിയും ഒരുപോലെ തന്നെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു. കാരണം അത്ര ഷോർട്ടേജ് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. മാൻ പവറിന്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് ഈ പറയുന്ന സ്പെസിഫിക് ഏരിയയിലേക്ക് ഓരോ ഫ്ലോർ നഴ്സ്, സ്ക്രബ് നഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്. അല്ല, അത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അത് അന്നത്തെ നഴ്സുമാരുടെ അത് കൃത്യമായി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസ് ഷീറ്റും കാണിക്കുന്നത്. ഉണ്ട്. ഷോർട്ടേജ് വന്നിട്ടില്ല. അവരുടെ അക്കോർഡിംഗ്ലി അവർ ഷോർട്ടേജ് ഇല്ല. ഞാൻ പറയട്ടെ, നമ്മൾ ഇതൊക്കെ നമ്മൾ 5 വർഷം മുമ്പ് നടന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കേസ് ഷീറ്റിനെ ആധാരമാക്കിയാണ് എല്ലാം നമ്മൾ അറിയുന്നത്. ആ കേസ് ഷീറ്റ് ഞങ്ങൾ പൂർണ്ണമായിട്ടും അത് തിരിച്ചെടുത്ത് അത് പരിശോധിക്കുകയുണ്ടായി. അതിനകത്ത് ഓപ്പറേറ്റീവ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് വിശദമായിട്ട് ഇന്ന് സർജറി നടന്നപ്പോൾ ഉണ്ടായ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. അതല്ലേ നമുക്കിനിപ്പോൾ ആശ്രയിക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് എഴുതിയിരിക്കുന്നത് സർജറി നടന്നതിന് ശേഷം ഈ ചാർജുള്ള, അതായത് സ്ക്രബ് സിസ്റ്ററായിട്ടുള്ള സിസ്റ്റർ ഇവിടെ ഉപയോഗിച്ച ഉപകരണങ്ങൾ, അതോടൊപ്പം തന്നെ മോപ്പ് ഉള്ള സാധനങ്ങൾ, ഇതെല്ലാം തന്നെ അവരത് സ്ഥിരീകരിക്കുകയും അതിനുശേഷം മാത്രമാണ് സർജറി പൂർത്തിയാക്കുകയെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ട്. അതായത് 20 വർഷം മുമ്പ് ഇവർക്ക് മറ്റൊരു സർജറി നടത്തിയിട്ടുണ്ട്, സർജറി നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്, കുടുങ്ങാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അത് കണ്ടെത്തേണ്ടതാണ്. കാരണം ലാപ്രോട്ടമി എന്ന് പറയുന്ന ഒരു വലിയ സർജറിയാണല്ലോ അവർക്ക് ചെയ്തത്. അപ്പോൾ ഒന്നും കണ്ടെത്തിയതായിട്ടൊന്നും അതിനകത്ത് സൂചിപ്പിച്ചിട്ടില്ല. നമുക്ക് രേഖാമൂലം നമുക്ക് ഇതെല്ലാം അവർ പറയുന്നത് എല്ലാം അവർ എണ്ണി തിട്ടപ്പെടുത്തിയതിന് ശേഷമാണ്. അത് അങ്ങനെ രേഖപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഊഹിച്ചേനെ. പക്ഷേ അതിനകത്ത് പറയുന്നത് അവരെല്ലാം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഓപ്പറേഷൻ അസിസ്റ്റ് ചെയ്ത സ്ക്രബ് സിസ്റ്ററിന്റെ നോട്ട്.